കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഗീതങ്ങളുടെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 13 വാക്യം, യഹോവേ നിൻ്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിൻ്റെ ബലത്തെ സ്തുതിക്കും എന്ന് ദാവീദ് രാജാവ് പറയാണ്. അപ്പം തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിരുന്ന ആ ശത്രു സൈന്യത്തിൻ്റെ എതിർപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ മനുഷ്യൻ്റെ എതിർപ്പുകളിൽ നിന്നും പല കണക്കിലും ദൈവം വിടുവിച്ച് കൊണ്ടുവന്നപ്പോൾ ആ ഒരു യഹോവയെ സ്തുതിച്ച് പാടുന്ന സമയത്ത് പറയാണ്, കർത്താവേ നിൻ്റെ ബലത്തിൽ അങ്ങ് ഉയർന്നിരിക്കണമേ എന്ന്. അപ്പം പലരും താങ്കൾ ചെയ്യുന്നത് തൻ്റെ കഴിവുകൊണ്ട് മിടുക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് ആണ് എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു രാജാവായിരിക്കുന്ന ഒരു ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവേ അങ്ങയുടെ ബലത്തിൽ ഉയർന്നിരിക്കണം, ഞങ്ങൾ എപ്പോഴും അങ്ങയെ സ്തുതിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ബലമെന്ന് പറയുന്നത് നമുക്കറിയാം, ബൈബിളിൽ തന്നെ ഒരു ചെങ്കടലിനെ പിളർന്നിട്ട് ആ ജലത്തിനെ രണ്ട് ചുവര് പോലെ നിർത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഒരു യെരിഹോ മതിൽ ഒരു ആയുധവും ഇല്ലാതെ കാഹളം ഊതി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ ഒരു മതിൽ ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ നോക്കിയാലും ഒരു വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന അതേ ചെടി അതിൽ നിന്ന് വരുന്ന ഫലം വന്നിട്ട് അതേ ഫലങ്ങൾ അതിൽ നിന്ന് വരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഒരു കോഴിമുട്ട വയ്ക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന കുഞ്ഞ് ആ കോഴിക്കുഞ്ഞായിട്ട് തന്നെ വരുന്നു. പക്ഷെ കാക്കയുടെ മുട്ടയാണെങ്കിലോ കാക്ക കുഞ്ഞായിട്ട് തന്നെ വരും. രണ്ടും മുട്ടകളാണ്. പുറാമുട്ടയാണെങ്കിൽ പുറാക്കുഞ്ഞ് വരുന്നു. പ്രിയ ദൈവമക്കളെ, അതിൻ്റെതായ ആ ഒരു നാം ഉടച്ചൊഴിക്കുമ്പോൾ മഞ്ഞക്കരും വെള്ളക്കരും മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വൻ കൃപകളും വൻ കാര്യങ്ങളും വൻ കരുതലുകളും അല്ലെങ്കിൽ വൻ കരങ്ങളും നാം അതിൽ മനസ്സിലാക്കാം. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു കുഞ്ഞുവയറ്റിൽ ജനിക്കുന്നതായാലും ഒരു ദൈവത്തിൻ്റെ അത്ഭുതമായ ഒരു വൻ കരം അതിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം എല്ലാം നമ്മുടെ അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും എന്ന് പറയുമ്പോഴും അതല്ല, അതിനും അപ്പുറമായിട്ട് നമുക്ക് ജ്ഞാനത്തെ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്നറിഞ്ഞ് ആ ദൈവീക ജ്ഞാനത്തിൽ നടന്നു വരുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ ഞങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ കാണുന്ന ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അങ്ങയുടെ വൻ കരം ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. കർത്താവെ അതിനെ കർത്താവെ ഞങ്ങൾക്കൊരു നല്ലത് സംഭവിക്കുമ്പോൾ കർത്താവെ അതിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരമുണ്ടെന്ന് ഞങ്ങൾ അങ്ങേ പാടി സ്തുതിക്കുവാനും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ അതും അങ്ങേ അറിയാതെ നടക്കത്തില്ലെന്നുള്ള സമാധാനത്തോടെ ഇരിപ്പാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.